ദിക്ർ ചൊല്ലിയിട്ടുറങ്ങിയാൽ ഉറക്കിൽ ബറക്കത്താണ്. ഉറക്കിലുള്ള ബറക്കത്ത്. ചില ഉറക്കുകൾ എന്ത് സുഖമാണ് അല്ലേ, എന്തു സുഖം. ചില ആൾക്ക് ഇമാം മിമ്പറിൽ കയറിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ നല്ല റാഗത്തിൽ പറഞ്ഞങ്ങ് പിന്നെയും കോസി അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോ എന്നെ തുടങ്ങുന്നു ബായ് വളർന്നിട്ട്. ചില ആൾ ഇടില്ലല്ലോ ഇല്ല, ഒറ്റ ഉറക്ക്. ഞാൻ കാഞ്ഞങ്ങാട് ഭാഗത്തെടുത്തിൽ റമദാനില് പ്രസംഗത്തിന് പോയപ്പോ ഇമാമിന് 60,000 റുപ്യ. എന്തിന്? നിസ്കാരത്തിനല്ല, വയലിനല്ല, എല്ലാ വേറാളുണ്ട്. തറാവീക്ക് മാത്രം ആഫിൽ ഉസ്താദ് ഇമാമൻ ഓത്തിന് 60 അല്ല 1,00,000 കൊടുക്കും. അമ്മാതിരി ഓത്തു, നല്ല കിണി 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 ഓത്തു. ഞങ്ങൾക്ക് ഈ കുറച്ചിറക്കായത്തൊരു 8 റക്കായത്താകുമ്പോൾ ഞമ്മക്ക് ക്ഷീണം പിടിച്ച് ഒന്ന് ഒതുകൊടുത്തിട്ടെല്ലാം വരാന്നതിന്റെ പുറത്തു പോയിട്ട് വന്ന് നോക്കുമ്പോ എല്ലാരും ഉണ്ട് കൈ കെട്ടിയിട്ട്. ആര് സർത്ത കുത്താറില്ല. ഈ കാറ്റ് വരുമ്പോ തെങ്ങാടുന്ന പോലെ അപ്പറ ഇപ്പറ ഇങ്ങനെ എല്ലാരും ബാലൻസിൽ ഇങ്ങനെ. ഞാൻ ചെല്ലിയ ആൾക്ക് 60 അല്ല 6 ലാക്ക് കൊടുക്കണം. എന്താ അയാളെ കപ്പാസിറ്റി? നാട്ടുകാരെല്ലാം നിർത്തിയിട്ട് ഉറക്കുന്ന ഈ ഹാഫിലിന്റെ ഈ കപ്പാസിറ്റിക്ക് എത്ര പൈസ കൊടുക്കണം അല്ലെ? കിടന്നെങ്കിൽ വർക്ക് വരാത്ത ടെൻഷൻ പിടിച്ച കാലത്ത് നിന്നിട്ട് ഉറക്കുന്ന കമ്മിറ്റിക്കാരല്ല 60 കൊടുത്തെങ്കിൽ അസലാവല്ലേ? അസലാവും. എന്താ അസലാവത്തെ? കാരണം അത്ര കപ്പാസിറ്റി ഉണ്ട് അയാൾ ഓത്തിന്. എന്താ നിപ്പിച്ചിട്ട് ഉറക്കുന്ന ആളെ എല്ലാരും. ഇപ്പൊ നല്ല മാസത്തിൽ പള്ളിയിൽ ഉറങ്ങിയാൽ കൂലിയിട്ടല്ലേ? പള്ളിയിൽ ഉറങ്ങിയാൽ കൂലിയിട്ടു. അയാൾ അങ്ങനെ ഉണ്ട്. നിസ്കാരത്തിൽ ഉറങ്ങുന്നു, അത്തഹിയാത്തിൽ ഉറങ്ങുന്നു, കുത്തുബിയത്തിൽ ഉറങ്ങുന്നു, മൗലിദിൽ ഉറങ്ങുന്നു. ഇതിന്റെ ഇടക്ക് കുത്തുബിയത്തിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഉറങ്ങിയ ഒരാൾ ഉറങ്ങിയിട്ടല്ല ആയിട്ട് ലാസ്റ്റ് ദുആല കഴിഞ്ഞപ്പോ ചെന്ന ഉസ്താദ് കുത്തുബിയത്തിന് ഇണ്ടത്തെ കുത്തുബിയത്ത് ഭാര്യ നല്ല കുത്തുബിയത്ത്. എന്താ ഫസ്റ്റ് ഉറങ്ങിയാൽ ലാസ്റ്റ് എണിച്ചില്ല ഇയാൾക്ക് എങ്ങനെ എങ്ങനത്തെ? ചില ആള് ഇക്കുമത്താക്കിട്ട് സലാമത്താന്ന് ഞാൻ മിഞ്ഞാന്നത്തിൽ പറഞ്ഞു. ഒരു മുക്കരിക്ക ഉറങ്ങിയിട്ട് വീണു കുത്തുബിയത്തിൽ. ഇവിടുത്തെ മുക്കരിക്കല്ല ഇല്ല എന്ന് പറയാം. ഉറങ്ങിയിട്ട് വീണിട്ട് തണ്ണിയെല്ലാം മറിഞ്ഞ് ഈ തപ്പയില തെരിച്ച് കൽക്കണ്ടിയെല്ലാം തെരിച്ച് എല്ലാവരും ഗൗജിയായിട്ട് പേടിച്ചിട്ട് ലൈറ്റ് ഇട്ട് എന്തായ വീണ്. അയാൾക്ക് എന്താ ഇതെല്ലാവർക്കും അറിഞ്ഞ ഞാൻ വീണത്. അയാൾ ആടക്കെ കണ്ണുമുച്ചിയാൽ കണ്ണുമുച്ചിട്ട് ചൊല്ലറ് എല്ലാവരും ചൊല്ലറ് നോക്കാം. ഔലിയാക്കന്മാരെല്ലാം ഉണ്ട്, സമാ ചൊല്ലറ് പ്രോബ്ലം എല്ലാം ഉണ്ട്, എല്ലാ സമാവല്ലേ കണ്ണുമുച്ചിട്ട് ആടക്കെ. ഓർക്ക് പിന്നെയും കൊസിയായി. എന്ത് ഇത് ഓർല നിരിച്ച് നമുക്കൊരിക്കൊക്കെ ജിന്നാറായി. അയാൾ ഉറങ്ങിയിട്ട് വീണില്ല. അങ്ങനത്തെ ആളുണ്ട് ഉറങ്ങിയിട്ട് ഖബറില്ല. ജാഗ്രത വേണം. ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വന്നാൽ ഉറങ്ങണം. ഡ്രൈവർമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, വണ്ടി ഓടിക്കുന്നവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ തമാശയില്ല, അതിൽ കളിയില്ല. ഞാൻ 40 വർഷത്തെ ഡ്രൈവിംഗ് ഉസ്താദ്, നിങ്ങൾ അട്ടിയാറുന്ന ലൈസൻസ് ഏജുണ്ടു, അതല്ല ശരി, എല്ലാം ശരി. ഇല്ല ഉസ്താദ് ഉറങ്ങിയിട്ട് അന്തജിൽ പോകാവൂ. ഇല്ല, അപകടമാണ്. മരണപ്പെട്ടാൽ ആത്മഹത്യയുടെ കുറ്റം കിട്ടും. അതുകൊണ്ട് ഡ്രൈവർമാർ പ്രത്യേകം ഓർമ്മയിൽ ഉണ്ടാക്കണം. ഉറക്ക് വന്ന പോട്ട്, ഒരു ദിവസം ശമ്പളം പോയാ പോട്ട്, ഉണ്ടെങ്കിൽ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാലോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ധാരാളം ബിസ്മി ചൊല്ലാൻ, ധാരാളം ദിക്റുകൾ ചൊല്ലാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നല്ല ബറക്കത്താക്കപ്പെട്ട ഉറക്ക്, നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടുള്ള ഉറക്കമാണ് അല്ലേ? ചില ഉറക്കിനെന്ത് സുഖമാണ്. പരിശുദ്ധമായ കഅബ കണ്ടുകൊണ്ടുള്ള ഉറക്കം സ്വപ്നത്തില്, പരിശുദ്ധമായ റൗളാ ഷരീഫ് കണ്ടുകൊണ്ടുള്ള ഉറക്കം എന്തോരു ആനന്ദത്തിന്റെ ഉറക്കമാണ്. അള്ളാഹുവിന്റെ മഹാന്മാരെ കണ്ടുകൊണ്ടുള്ള ഉറക്കം, മദ്ഹർ വലിയുള്ളാനെ കണ്ടിട്ടുള്ള ഉറക്കം, അള്ളാഹുവിന്റെ സാലിഹീങ്ങളെ കണ്ടിട്ട് നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടുറങ്ങിയാൽ നല്ല ബറക്കത്തുള്ള ഉറക്കമാണ് ആ ഉറക്കം. നല്ല അങ്ങനെ സ്വപ്നം കണ്ടാൽ സ്വപ്നം ആരോടും പറയരുത്, നല്ലതും ചീത്തയും പറയാൻ നിൽക്കരുത്. അത് പക്ഷികളുടെ കാലിൽ കയ്യിലുള്ള ഒരു പൊതി പോലെയാണ്, വസ്തു പോലെയാണ്. പറഞ്ഞാൽ മാത്രമേ സ്വപ്നം പുലരുകയുള്ളൂ. നല്ലതും ചീത്തയും പറയാതിരുന്നാൽ അത് നല്ലതാണ്. പക്ഷേ നല്ല സ്വപ്നമാണെങ്കിൽ പറയാം, ഗുണകാംക്ഷികളോട് മാത്രം പറയാം. അസൂയാളികളോട് പറയരുത്, ശത്രുക്കളോട് പറയരുത്. ആരാണോ ഗുണകാംക്ഷികൾ അവരോട് മാത്രം പറയാം. നല്ല സ്വപ്നം കണ്ടാലും നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണം. ചീത്ത സ്വപ്നം കണ്ടാൽ, ദുഷിച്ച സ്വപ്നം കിനാവ് കണ്ടാൽ ഔദു ചൊല്ലിയിട്ട് കാർക്കിച്ച് തുപ്പിയിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണമല്ല. വല്ല മുസീബത്തും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, വല്ല ബുദ്ധിമുട്ടും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നീ തട്ടിയകറ്റല്ല, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതല്ലാതെ രാത്രി മുഴുവനും സ്വപ്നം കണ്ട് പേടിപ്പിക്കുന്ന സ്വപ്നം അല്ലേ?
കുന്നിന്റെ മോൾക്ക് വിളിച്ചോണ്ട് പോന്നെ. എന്നിട്ട് താഴേക്ക് കുത്തുന്ന നമ്മളെ ബേജാറിൽ ഉരുണ്ടോണ്ട് ആരെല്ലാരും നോക്കി ചിരിക്കുന്ന, ആര് പിടിക്കില്ല. എന്ത് ബേജാറാവല്ലേ, നമുക്ക് സൂട്ടാക്കുന്ന പട്ട 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 പട്ടാന്ന് എല്ലാരും നോക്കി ചിരിച്ചോണ്ട് ആര് പിടിക്ക വരുന്നില്ല, നമ്മൾ അടിച്ചോണ്ട് പിടിക്കാൻ വരുന്നില്ല. അങ്ങനെ പല പല സ്വപ്നങ്ങൾ. സ്വപ്നം 3 വിധമാണ്. ഒന്ന് മിനല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിൽ നിന്നുള്ള നല്ല നല്ല സ്വപ്നങ്ങളും മുന്നറിയിപ്പുകളുമാണ്. ലോകത്തോട് വിട പറയുമ്പോൾ റസൂലുള്ള പറഞ്ഞു, വഹി മുറിഞ്ഞു പോയി, പക്ഷേ സന്തോഷ വാർത്ത ബാക്കിയുണ്ട്. സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്താ മുബശ്ശിറാത്ത് നബിയേ, ഏതാണ് സന്തോഷ വാർത്തകൾ? അർറുയ സാലിഹ, നല്ല സ്വപ്നങ്ങൾ ബാക്കിയുണ്ട്. നല്ല സ്വപ്നങ്ങൾ നുബുവത്തിന്റെ ഭാഗമാണെന്ന്, അത് നുബുവത്തിന്റെ പാട്ടാണെന്ന് ഹബീബ് റസൂലുള്ളാഹ്. നല്ല സ്വപ്നം കാണാൻ ദുആ ചെയ്യണം, നല്ല സ്വപ്നം കാണാൻ ദുആ ചെയ്യണം. നല്ല നല്ല സ്വപ്നങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. നല്ല നല്ല കിനാവു അല്ല സാർ, കിനാവ് നല്ലേ, നല്ല നല്ല കിനാവു നല്ലതാണ്, അത് ബറക്കത്താണ്, അത് സന്തോഷമാണ്. മോശമായ സ്വപ്നങ്ങൾ അത് ശൈത്താന്റെ ഭാഗത്ത് നിന്നാണ്. അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. മറ്റൊന്ന്, അവന്റെ നഫ്സിൽ അവൻ തോന്നിയിട്ട് അവൻ വിചാരിച്ച് ചിന്തിച്ച് ആലോചിച്ചു കൊണ്ടുപോയ വിഷയങ്ങൾ സ്വപ്നം കാണുകയാണ്. പേടിച്ചിട്ട് പെണ്ണുങ്ങള് അപ്പുറത്തു പാമ്പ് വന്നത് ഊടക്ക് ബറുവാ ഉറങ്ങിയിട്ട് അവമല്ല അതിന്റെ ഉള്ളിൽ പോയ പോലെ തൊട്ട് നോക്കുമ്പോ പേടിച്ചിട്ട് എണിച്ച് നോക്കുമ്പോ എന്തില്ല പഠിച്ചറപ്പേ എന്ന് പറഞ്ഞു അതിൽ അഞ്ഞ പോയിട്ടില്ല. ഓള് പേടിച്ച് വിചാരിച്ചിട്ട് കണ്ട സ്വപ്നമാണ്. ആ കണ്ട സ്വപ്നത്തിന് പ്രത്യേക വ്യാഖ്യാനങ്ങളില്ല. പിന്നെ നേർച്ച വെച്ചത് ഓതിയിട്ടില്ലെങ്കിൽ പാമ്പ് കാണുന്നില്ല ഉസ്താദേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ആവാം, അല്ലാതെയുമാകാം. ശത്രുവിന്റെ വ്യാഖ്യാനമുണ്ടല്ലോ, ഉണ്ട്, അങ്ങനെയുമുണ്ട്. പല ജാതി വ്യാഖ്യാനങ്ങളുണ്ട്. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയാതെ പറയരുത്, അറിയാത്തവരോട് ചോദിക്കരുത്. എന്ത് വ്യാഖ്യാനമാണോ സ്വപ്നത്തിന് ആദ്യമായി ഒരാൾ പറഞ്ഞതെങ്കിൽ ആ കിനാവിന്റെ വ്യാഖ്യാനം അതാണ്. കിനാവ് ഒരു അത്ഭുതമാണ്, അത് നുബുവത്തിന്റെ ഭാഗമാണ്, അത് പരിശുദ്ധമാണ്, അത് ആനന്ദമാണ്, അത് മുന്നറിയിപ്പാണ്. നല്ല ബറക്കത്തുള്ള ഉറക്ക് കിട്ടാൻ നല്ല നല്ല സ്വപ്നങ്ങൾ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമല്ലാ. സ്വപ്നത്തില് നല്ല നല്ല കാര്യങ്ങൾ കണ്ടാൽ അല്ലാഹുവിനെ സ്തുതിക്കണം. നല്ല നല്ല കാര്യം കാണുമ്പോ ഉറക്കത്ത് വിഷയം പറയുന്ന ആളെല്ലാം ഉണ്ട്, ഉറക്കിലെണിച്ച് നടക്കുന്ന ആളുകളുണ്ട്, ഇല്ലേ? കുഴപ്പമില്ലുണ്ട് അങ്ങനെ ഉറക്കിൽ പോകുന്ന ആൾ അപ്പുറം. മിഞ്ഞാന്ന് ഒരാളെ കൊടുന്ന് ഞാൻ ചോദിച്ചു എന്തില്ലോ ഉസ്താദ്, അപ്പുറത്തെ കിടന്നവന്റെ കൗത്ത് പിടിച്ചിട്ട് വീട്ടു വാട്ടേ ഏത് പണിയാവും കൗത്ത് പിടിച്ച് വീട്ടാണ്. ഞാൻ കേട്ട നിങ്ങക്ക് കാല കയ്യാ പിടിച്ചങ്ങ് അല്ല നക്ക് കൊന്തയാവില്ല ഉറക്കിൽ. ഉറങ്ങിയാൽ പിന്നെ എന്തിനുണ്ടേ കൊന്താവില്ല. കണ്ട എന്തിനുണ്ട് കൊന്തായില്ല മോനെ കൗത്ത് പിടിക്കാൻ അറിഞ്ഞു ഉറക്കിൽ. അങ്ങനത്തെ ആളുണ്ട് ചില ആൾ. അതിന്റെ അടുത്ത് ഒരാൾ, ഒരു ഭർത്താവ് ചിരിച്ചാലേ ഉറക്കിൽ കിനാവ് കണ്ടിട്ട് നല്ല കിനാവിലെ കണ്ട് ചിരിച്ചിട്ടാകുമ്പോ പെഞ്ഞായി മുട്ട തെച്ചിട്ടുണ്ട്. വിളിച്ചിട്ട് കേട്ടല്ല മര്യാദക്ക് ചെല്ലണം, ആരോട് ചിരിച്ചിരേ അത്ര സംശയം. എന്നിട്ട് ഉറക്കിൽ കിനാവിൽ ആരുടെ ചിരിച്ചിരേ, ഇത്ര നാൾ നിന്റെ ചിരിച്ചിട്ട് ഇത്ര കൊസിൽ ആരുടെ ചിരിച്ചേ? അങ്ങനത്തെ പെണ്ണിങ്ങുണ്ട്, സംശയത്തിന്റെ പെണ്ണിങ്. സംശയം ബറക്കത്ത് ഊരപ്പെടാൻ കാരണമാണ്. ഭർത്താവിനെ സംശയിക്കരുത്, ഭാര്യയെ സംശയിക്കരുത്. ആരെയും സംശയത്തിന്റെ കണ്ണോട് കാണാൻ പാടുള്ളതല്ല. സംശയത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ പിന്നെ സകലവും സംശയം തന്നെയാണ്. ഏതുമാകട്ടെ, നല്ല ബറക്കത്തുള്ള വർക്ക് കിട്ടാൻ ധാരാളം ദിക്റുകൾ ചെയ്ത് ദുആ ചെയ്യണമെന്നുള്ളതാണ്. അതുകൊണ്ട് ദിക്റുകൾ ധാരാളം ഉറങ്ങുമ്പോഴും ഉറക്കിൽ നിന്ന് ഉണർവിലും അങ്ങനെ ചെയ്തു പോയാൽ ജീവിതത്തിൽ ഒരുപാട് ബറക്കത്ത് കിട്ടാൻ അത് കാരണമാകുന്നു.